ഈ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷം രാഷ്ട്രം എങ്ങനെയാകണം, ഏത് രീതിയിലായിരിക്കണം, അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നെല്ലാം സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ നിയമമാണ് ഭരണഘടന. ഇതിന്റെ 13ാം വകുപ്പ് പറയുന്നത് 47-ന് മുമ്പ് എന്തെല്ലാം നിയമങ്ങളും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളും അതോടൊപ്പം തന്നെ എഗ്രിമെന്റ്സും അതെല്ലാം അസാധുവായി തീർന്നിരിക്കും 13ാം വകുപ്പ് പ്രകാരം. അപ്പൊ ഇങ്ങനെ അസാധുവായ ഒരു കരാറാണ് മുല്ലപ്പെരിയാർ കരാർ എന്ന് പറയുന്നത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇവർ വക്രീകരിച്ച് ഇതിന്റെ ആ ഗുണഫലങ്ങൾ കൈപ്പറ്റുന്നവരെല്ലാവരും ചേർന്ന് തമിഴ്നാടിൻ്റെതാക്കി തീർത്തിരിക്കുക. അവർ വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ അകത്തോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ആർക്കും അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇപ്പോ അഡ്വക്കേറ്റ് റസൽ ജോയി ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുണ്ടായി. ഒരു ഡാം, ആ ഡാമിൽ നിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാടിന് 52 കിലോമീറ്റർ ദൂരത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാടിന് വെള്ളവും കിട്ടും. നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഇതുണ്ടല്ലോ അതിന്റെ ബലം ക്ഷയം ഉണ്ടാവുകയുമില്ല എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുകയുണ്ടായി. അതിനകത്ത് വാസ്തവമുണ്ട്. അപ്പോൾ അതിപ്പോ തമിഴ്നാടിന് വെള്ളവും കിട്ടും, അതോടൊപ്പം തന്നെ ഇതിന്റെ ബലക്ഷയം മാറിക്കിട്ടുകയും ചെയ്യും. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ കരാർ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ കരാർ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 50,000 കോടി രൂപയിൽ മേലെയാണ് തമിഴ്നാട്ടിൽ ഈ വെള്ളത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു 50% എങ്കിലും നമ്മുടെ കേരളത്തിന് തരേണ്ടി വരും. 25,000 കോടിയെങ്കിലും തരേണ്ടി വരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മൂലധനമാകും. ഇപ്പൊ ഈ പണം ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ അതുപോലെ തന്നെ മറ്റേ ഈ പബ്ലിക് സർവൻസ് ഇതിന്റെ ഹെഡിലിരിക്കുന്നവർ മതമേലധ്യക്ഷന്മാർക്കെല്ലാം ഇവർ പങ്കിട്ട് കൊടുക്കുക. മാസം മാസം പങ്കിട്ട് കൊടുക്കും. അങ്ങനെ പങ്കിട്ട് കൊടുക്കുന്നതിൻ്റെ അകത്ത് ഈ പൊന്മുട്ടിയിറന്ന് താറാവെന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം തീർക്കണമെന്ന് ആർക്കും തന്നെ താല്പര്യമില്ല. ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരാണ് സോൾവ് ചെയ്യേണ്ടതുള്ളതാണ്. നമ്മുടെ ഭരണഘടനയുടെ 375-ാം വകുപ്പ് പ്രകാരം ജുഡീഷ്യൽ സംവിധാനമാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. അപ്പൊ മുല്ലപ്പെരിയാറിന് ആ അതിർത്തിയിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയുണ്ട്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാരുണ്ട്. അപ്പൊ ഇവർക്ക് സ്വമേധയാ കേസെടുക്കാം. കാരണം ഇത് അസാധുവായ ഒരു കരാറിന്റെ പുറത്ത് ഇത്രയും കൊള്ള നടന്നിട്ട് അത് മാത്രമല്ല ഒരു 1.5 കോടി ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ട് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും പറയുന്നമാതിരി ജനങ്ങൾ സംഘടിച്ചിട്ടൊന്നും ഇതിൻ്റെ അകത്ത് കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ആധികാരികതയില്ല. യജമാനന്മാർ ജനങ്ങളാണെങ്കിലും ഈ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സുഖസമൃദ്ധിയിൽ ജീവിപ്പിക്കുന്നതിനും വേണ്ടി ഈ ജനങ്ങൾ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നവരാണ് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജുഡീഷ്യറി ആണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ഇതിന് പരിഹാരം കണ്ടത്. ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? അത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ വിശദീകരണം തരിക, അല്ലെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിച്ചിട്ട് ഇത് ആരൊക്കെയാണ് ഇതിന്റെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുമാനം ആരൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആർക്കെല്ലാം കൈക്കൂലി കൊടുക്കുന്നു, ഇതെല്ലാം അന്വേഷിക്കാനായിട്ടാണ് വിജിലൻസും മറ്റുള്ള പോലീസും മറ്റുള്ള അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടതികളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉപയോഗപ്പെടുത്തി ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നാൾ ഇത് ദീർഘിച്ചു പോകില്ല. സുപ്രീം കോടതിയൊന്നും അല്ല ഇതിന്റെ കസ്റ്റോഡിയൻസ്, ആ അതിർത്തിയിലുള്ള മജിസ്ട്രേറ്റാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഭരണഘടനാ ലംഘനങ്ങൾ നടന്നാൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ ഡയറക്റ്റായിട്ട് കേസെടുക്കാം. ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ പഴയ ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി വിധി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് അവരിപ്പോൾ നിലകൊള്ളുന്നത്. അതേ രീതി എന്ന് വെച്ചാൽ ഈ ഇവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ആദ്യം കൽക്കട്ടയിൽ കോടതി ഉണ്ടാക്കി, ആ കോടതിയിൽ അവരുടെ ജഡ്ജിമാരെ വെച്ചിട്ട് അവർക്ക് ഇന്ത്യൻ നിയമം ബാധകമല്ലെന്നുള്ള ഒരു നിയമം ഉണ്ടാക്കി, എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ പോലീസുകാരെ കൊണ്ട് തന്നെയൊക്കെ ഇവിടെ നമ്മളെ ആൾക്കാരെ പിടിച്ച് തൂക്കിക്കൊല്ലുകയും ഇടിക്കുകയും തല്ലിയും വെട്ടിയും കുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റമാണ് 47-ന് ശേഷവും ഇങ്ങോട്ട് മുന്നോട്ട് പോന്നിരിക്കുന്നത്. കാരണം ഈ ഭരണഘടനയെ മാനിക്കാനായിട്ട് ഇവിടുത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ തയ്യാറല്ല. അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്നുണ്ടായിരുന്ന രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളുടെ നേതൃത്വങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് പകരം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ അണികളുണ്ട്. അതിന്റെ കിട്ടുന്നതിന്റെ ഒരു ഭോഗം, ചെറിയൊരു ഭോഗം അണികൾക്കും കിട്ടും. അപ്പൊ ന്യായീകരണത്തിന് വേണ്ടി ന്യായീകരണ തൊഴിലാളികളെല്ലാം രംഗത്തേക്ക് വരും. അപ്പോൾ ഇവർക്ക് എന്ത് അഴിമതി ചെയ്താലും അതിന് ന്യായീകരിക്കാനായിട്ട് അണികളുണ്ട്. അപ്പൊ ഈ ന്യായീകരിക്കലും അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്റ്റീരിയലും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളും ചേർന്നുകൊണ്ട് ന്യൂനപക്ഷമായ ഇവർ ഏകദേശം 3% അല്ലെങ്കിൽ 3.5% വരുന്ന ഇവർക്ക് സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ഈ രാഷ്ട്രം കൊള്ളയടിച്ചുകൊണ്ടിരിക്കും.
ഇതിന് പരിഹാരം നമ്മൾ കാണേണ്ടത് അവിടെയുള്ള മുല്ലപ്പെരിയാറിന്റെ ഈ പ്രശ്നം തന്നെ കൈകാര്യം ചെയ്യേണ്ടത് അവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരു പെറ്റീഷൻ ആ അടുത്തുള്ള മജിസ്ട്രേറ്റിന് കൊടുക്കുക. മജിസ്ട്രേറ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല അവർ എന്താ ചെയ്യണമെന്ന് അറിയില്ല. പോലീസുകാർ കൊണ്ടുവരുന്ന കുറച്ച് കള്ളക്കേസ് അല്ലെങ്കിൽ വക്കീലന്മാർ കൊടുക്കുന്ന കുറച്ച് കള്ളക്കേസിന് വിധി പറയാൻ മാത്രമാണ് അവരെന്നുള്ള ചിന്താഗതിയിലാണ് അവരിയ്ക്കുന്നത്. ഇനി അവർക്ക് ഭരണഘടനാപരമായിട്ട് അറിയാമെങ്കിൽ പോലും അവർ ശബ്ദിക്കില്ല. അപ്പൊ അവർക്ക് എതിരെ നമ്മൾ ഒരു പെറ്റീഷൻ കൊടുക്കുക. അവരുടെ ഭാഗത്ത് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിക്ക് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥയും അതിന്റെ ആ ലീഗൽ വശങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് ഇത് കൊടുക്കുക, അതിനൊരു നടപടി എടുക്കണം എന്നും പറഞ്ഞിട്ട് നമ്മൾ പെറ്റീഷൻ കൊടുക്കുക. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാകും. ഇല്ല, അവരതിന്റെ ആക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പ്രക്ഷോഭങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സമരം മുന്നണി ഇതെല്ലാം ഈ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ നേരെ തിരിയണം. അവർ നിരൂപിച്ചാൽ മാത്രമേ ഈ കുറ്റവാളികളെ ശിക്ഷിക്കാൻ സാധിക്കുള്ളൂ. അധികാരം കൊടുത്തിരിക്കുന്നത് ജുഡീഷ്യറിക്കാണ്. അപ്പൊ ആ ജുഡീഷ്യറി അവർ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ പോലീസും കൃത്യമായിട്ട് പ്രവർത്തിക്കും, മന്ത്രിമാരും പ്രവർത്തിക്കും, രാഷ്ട്രീയക്കാരുടെ കൊള്ളയൊക്കെ നിൽക്കും. അതിനുവേണ്ടി നമ്മൾ ഇന്ത്യയുടെ മൊത്തം നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടംമാതിരി ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ വെക്കുക, താലൂക്കിലും അതുപോലെ ജില്ലയിലൊക്കെ വെച്ച് നിരവധി ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി, നമ്മുടെ നല്ലൊരു റവന്യൂ വരുമാനം അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാനും ഭരണഘടനാപരമായി പ്രവർത്തിക്കാനും ഭരണഘടനാ ലംഘനങ്ങൾ നടന്നു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാനൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ അവരിപ്പോ സ്വമേധയാ കേസെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭരണഘടനാപരമായി പ്രവർത്തിക്കണം എന്ന് പറയുന്നവർക്ക് എതിരെയാണ് അവർ സ്വമേധയാ കേസെടുക്കുന്നത്. ഭരണഘടനാ ലംഘനം ചെയ്യുന്നവർക്കെതിരെ ഒരു കേസ് കൊടുക്കില്ല, അവർ കണ്ണടച്ച് കളയും. ഈ കൊക്ക് പാടത്തിൽ ണ്ട് വലിയ മീനിനെ കാണുമ്പോൾ കണ്ണടയ്ക്കുകയും ചെറിയ മീനിനെ കൊത്തിവലിക്കുകയും ചെയ്യുന്ന മാതിരി ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. 1976 ഇന്ദിരാഗാന്ധി പറഞ്ഞ ഈ ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി ചീഞ്ഞുനാറി കിടക്കുകയാണ്. കാരണം ആ ചീഞ്ഞുനാറി ജുഡീഷ്യറിക്ക് കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ട് ഒരു പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 2 വർഷം മുമ്പ് ഭരണഘടനാ കോടതി സ്ഥാപിച്ചത്. പല ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഈ ഭരണഘടനാപരമായി പ്രവർത്തിക്കാത്തതിന് ശിക്ഷിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇനി ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ ഇതുപോലെ നിലവിലുള്ള നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ ഇതുപോലെ പെറ്റീഷൻസ് കൊടുക്കുക. അവർ സ്വമേധ കേസെടുക്കേണ്ടതാണ്, എങ്കിൽ തന്നെ നമ്മൾ പെറ്റീഷൻസ് കൊടുത്ത് ഈ കാര്യകാരണങ്ങളെല്ലാം കാണിച്ചിട്ട് ഇപ്പൊ റസൽ ജോയി പിന്നെ മാതിരിയുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ നിയമവശങ്ങളും അതിന്റെ കോൺസിക്വൻസും എല്ലാ കാര്യങ്ങളും അവർക്ക് പറയാൻ പറ്റും. അത് സുപ്രീം കോടതിയിലേക്കൊന്നല്ല പോകണം. സുപ്രീം കോടതിയിൽ അത് വേറെ ഒരു സിസ്റ്റമാണ്. കാരണം ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റമാണ് സുപ്രീം കോടതി അല്ലെങ്കിൽ DGP എന്നൊക്കെ പറഞ്ഞിട്ട് മേലെ എന്നൊരാൾ ഹെഡായിട്ട് വെച്ചിട്ട് അവര് നിയന്ത്രിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങൾ അവരെ നിയന്ത്രിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ എല്ലാ കാര്യങ്ങളും മേലെ എന്ന് പറയുന്ന മാതിരി കേൾക്കും. ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായിട്ട് ഓരോ കോടതികളും സ്വതന്ത്രമാണ്. അപ്പൊ ഇവർക്ക് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കാം. ഉദാഹരണത്തിന് ഭരണഘടനയുടെ 39B-യും C-യും 47 ഈ ആർട്ടിക്കിൾസ് അത് നിർദ്ദേശക തത്വങ്ങളാണ്. ഒരു സ്ഥലത്തും ധനം കുന്നുകൂടാൻ പാടില്ല, ധനം എല്ലാ പ്രജകൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ വീതിച്ചു നൽകണം, അതോടൊപ്പം തന്നെ സമീകൃത ആഹാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യമെന്നും മദ്യം മരുന്നിലല്ലാതെ ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള ആ നിർദ്ദേശ തത്വങ്ങൾ നിയമമാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ്സ് ആണ്. അപ്പൊ നിയമമാക്കില്ലേ അവരെ ചോദ്യം ചെയ്യേണ്ടതും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതും ജുഡീഷ്യറിയാണ്. അവരതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കോടതി ലക്ഷ്യം എടുക്കുക, അല്ലെ പോലീസിനെ കൊണ്ട് കള്ളക്കേസെടുപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ആ ബ്രിട്ടീഷ് സിസ്റ്റത്തിനെ നമ്മൾ 47 അടിച്ചോടിച്ചതാണ്. അത്തരം ഒരു സിസ്റ്റം ഇവിടെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രാജ്യത്ത് ഈ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ പോയി. കാരണം ഇനിയിപ്പോ ഇവര് ഈ പ്രകൃതിനെയൊക്കെ ചൂഷണം ചെയ്ത് പ്രകൃതി തന്നെ കോപാവസ്ഥയിലിരിക്കും. അപ്പൊ മുല്ലപ്പെരിയാർ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ 1.5 കോടി ജനങ്ങൾ ഇവിടെ ഇതായി പോകും. അതിലുള്ള ബാക്കിയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ തന്നെയും ഇവരനങ്ങുന്നില്ല. 50 വർഷത്തെ ഗ്യാരണ്ടി ഉള്ള ഒരു മുല്ലപ്പെരിയാർ ഡാം 130 വർഷത്തോളമായി ഇപ്പൊ അത്. എന്നിട്ട് ഇവര് ഈ ഇതിന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെന്തിട്ട് മറ്റുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ആ ധനം ഇവിടുത്തെ അഴിമതിക്കാരാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. ഇപ്പോ 1 India 1 പെൻഷൻകാര് 10,000 രൂപ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് എത്ര നാളായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ തന്നെ ഈ വെള്ളത്തിൽ നിന്ന് നമുക്കുണ്ടാകാം. ഇനിയിപ്പോ ഈ കരിമണലും ഒക്കെ ഈ രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളുടെ നേതൃത്വങ്ങൾ അതിന്റെ ഇപ്പൊ ഒരു 10,000 കോടി രൂപ വിലയുള്ള സാധനത്തിന് ഈ കള്ളക്കടക്കാർക്കും കള്ള കമ്പനികൾക്കൊക്കെ ഇവരൊരു 500 കോടി 600 കോടിയൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് അതിന്റെ പകുതി പൈസ ഇവർക്ക് കിട്ടും.
ഇവരെല്ലാവരും വീതിച്ചെറിയുക, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളും വീതിച്ചെറിയുക. അങ്ങനെ നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു കഴിഞ്ഞ് ഇനി കൊള്ളയടിക്കാനൊന്നുമില്ല. ഈ അവസരത്തിലെങ്കിലും ജനങ്ങൾ ഉണർന്ന് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കണം. ഇപ്പോ പലരും പറയുന്നുണ്ട് ജനങ്ങൾ സംഘടിക്കണം. എങ്ങനെ സംഘടിക്കണമെന്ന് പറയുന്നില്ല. സംഘടിക്കേണ്ട രീതി ഇതാ. ഈ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾ ആൾക്കാരെ നിരഞ്ഞു നിർത്തിയിട്ട് അതിന് നേതൃത്വം പുറകെ കൂടെ പോയി കാശ് മേടിച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയുടെ ആവശ്യമില്ല. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ, നമുക്കൊരു നിയമമില്ലാതിരുന്ന കാലത്ത് 1947 മുമ്പ് ബ്രിട്ടീഷുകാരോട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഭരണഘടന ഇല്ലാതിരുന്ന കാലത്തിൽ സമ്മർദ്ദതന്ത്രങ്ങൾ ഉപയോഗിക്കണം. ആ സമ്മർദ്ദതന്ത്രം ഇനി ആവശ്യമില്ല. നമുക്കൊരു നിയമം വന്ന് ആ നിയമം കൈകാര്യം ചെയ്യേണ്ടത് ആരാണെന്ന് ആർട്ടിക്കിൾ 375 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ജുഡീഷ്യറി, സെക്കൻഡ് എക്സിക്യൂട്ടീവ്, മൂന്നാമത് മിനിസ്റ്റീരിയൽ. ഈ 3 പേരും കൂടിയാണ് ചെയ്യേണ്ടത്. ഇവർക്ക് നമ്മൾ ഇവിടുത്തെ റവന്യൂ വരുമാനത്തിന്റെ 90% ഇവർ തിന്നിയ, എന്നിട്ട് ഇവർ ഇത് ഭരണഘടനാപരമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അതിന്റെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് അടിസ്ഥാന പ്രശ്നങ്ങളിൽ കയറി പിടിക്കണം. അടിസ്ഥാന പ്രശ്നമാണ് 39(b)യും (c)യും 47. ഇത് ഭരണഘടന എഴുതി വെച്ചിട്ട് വർഷം 75 കഴിഞ്ഞു. ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദം ഉയർത്താനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വന്നിട്ടില്ല. നിലവിലുള്ളതും ഇപ്പൊ ഉള്ളതും എല്ലാം കള്ള നാണയങ്ങളാണ്. അവരെല്ലാം ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായിട്ട് അവർ പ്രവർത്തിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ അവർക്ക് കൊള്ള നടത്താൻ പറ്റില്ല. അപ്പൊ ആ കൊള്ളയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നത്തിൽ തന്നെ ഈ മുല്ലപ്പെരിയാറിന്റെ അതിർത്തിയിലുള്ള ആ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പരാതികൾ കൊടുക്കുക. ആ പരാതി കൊടുത്തിട്ട് ആ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ നടപടി സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഭരണഘടനാ കോടതിക്ക് പരാതി തരിക. അപ്പോൾ ആ കൊടുത്ത കംപ്ലൈന്റിന്റെ കോപ്പി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഇതിന് നടപടിയെടുക്കാം. അപ്പൊ ഭരണഘടനാ കോടതികളെ സ്ഥാപിച്ചത് തന്നെ ഈ ഭരണഘടന 39(b)യും (c)യും 47 നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ്. അത് നടപ്പിൽ വരുത്താനായിട്ട് നമ്മൾ സുപ്രീം കോടതി വരെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുത്തതാണ്. പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. ഈ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കഴുതകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ നാക്കി കൊടുത്തിട്ട് അവരെ സംതൃപ്തിപ്പെടുത്തി പോയാൽ മതി, വലിയ കൊള്ളകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാമെന്നുള്ള തോന്നലാണ് ഈ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും മിനിസ്റ്റീരിയലും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ നേതൃത്വങ്ങൾക്കുള്ളത്. പിന്നെ അണികൾക്കൊക്കെ ചിലവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നാക്കത്തോണ്ടാൻ കൊടുക്കും. അതിനും അവർ സിന്ദാബാദ് വിളിക്കാൻ തയ്യാറായി നിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷത്തിൽ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത്, വന്നതൊക്കെ പോട്ടെ, ഇനി ചെയ്യേണ്ടത് ഈ എന്ത് പ്രശ്നമാണെങ്കിലും ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ താലൂക്കിലും കോടതികളുണ്ട്. ഈ കോടതികളിലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കണം. അവരുടെ ജോലി അത് തന്നെയാണ്. അപ്പൊ ഭരണഘടനാ ലംഘനങ്ങൾ നടന്നാൽ നടപടി സ്വീകരിക്കുക, സ്വതന്ത്രമായിട്ട് കേസെടുക്കുക. അതോടൊപ്പം ഭരണഘടനാ ലംഘനങ്ങൾ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഡയറക്ഷൻ കൊടുത്തിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുക. ഇങ്ങനെയുള്ള നടപടികളൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ റോട്ടി നടക്കുന്നവനെ പിടിച്ച് 500 രൂപ അടിക്കുക, 1000 രൂപ അടിക്കുക, ഇങ്ങനെ പെറ്റി കേസുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കുറച്ച് കാശ് ഖജനാവിലേക്ക് നിറക്കാനല്ല നിങ്ങളുടെ ഉദ്ദേശം. ഈ ജുഡീഷ്യറിയുടെ ഉദ്ദേശം ഭരണഘടനയെ സംരക്ഷിക്കുക. രാഷ്ട്രത്തിന്റെ ഭരണഘടന ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം അത് സാധൂകരിക്കുന്നതിന് മാർഗങ്ങൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 39(b)യും (c)യും 47. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ജുഡീഷ്യറി തയ്യാറാണ്. ജുഡീഷ്യറി തയ്യാറായാൽ മാത്രമേ ഇവർ ഈ ശരിയായ രീതിയിൽ വരുള്ളൂ. കാരണം മൂത്തത് നന്നായാൽ മൂന്നും നന്നാകും. ഇവിടെ മൂത്തത് ജുഡീഷ്യറിയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഏറ്റവും മൂത്തത് ജുഡീഷ്യറിയാണ്. അതിന്റെ താഴെ എക്സിക്യൂട്ടീവ്സ്, അതിന്റെ താഴെ മിനിസ്റ്റീരിയൽ ഭാഗങ്ങൾ. അപ്പൊ ഇവരെ രണ്ടുപേരെ കൊണ്ടും പ്രവർത്തിപ്പിക്കേണ്ട ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അറിയില്ലെങ്കിൽ ഭരണഘടനാ കോടതി ട്രെയിനിങ് കൊടുക്കാമെന്ന് പല പ്രാവശ്യം പല ജഡ്ജിമാരോട് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഡയറക്ഷൻ കൊടുത്താണ്. പക്ഷെ അവരൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല. അതിന് പകരം കള്ളക്കേസുകൾ ഉണ്ടാക്കുക, നമുക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കും. അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷ് കോടതികളുടെ കള്ളക്കേസുകളൊക്കെ ഭരണഘടനാ കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷ് കോടതികളൊക്കെ 47 ഇവിടുന്ന് അടിച്ചോടിച്ചാണ്. അത്തരം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കോടതി ഇവിടെ ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല. കാരണം 2ാം സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ ആവശ്യം. കാരണം 2ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ആയ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്റ്റീരിയൽ ഭാഗത്തിനോടാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ ബ്രിട്ടീഷുകാരോടായിരുന്നു. അതാണ് എൻ്റെ വൈരുദ്ധ്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാകണമെങ്കിൽ നമ്മൾ ഇപ്പം നിലവിലുള്ള സംവിധാനത്തിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. അവർ ചെയ്തില്ല എങ്കിൽ അതിനാണ് നമ്മൾ ഭരണഘടനാ കോടതി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്നിക്കുകയാണെങ്കിൽ ഭരണഘടനാ കോടതിയിൽ നിന്ന് റെമഡി ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളുടെ ഭരണഘടനാ കോടതിയിൽ പാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 9846361876 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, PC Jose HRI എന്നുള്ള ഒരു
യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പിന്നെ പല വീഡിയോസ് ഏകദേശം 335ഓളം വീഡിയോസ് നമ്മൾ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. അപ്പൊ ആ ഇൻഫർമേഷൻ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഈ ഭരണഘടനാപരമായി ഇപ്പൊ നിലവിലുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഭരണഘടനാപരമായി പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാം. അതിന്റെ ഇടയ്ക്ക് അവരത് ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ശിക്ഷിക്കേണ്ടി വരും. അതിനാണ് ഭരണഘടനാ കോടതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക. ഇനി ഈ മുല്ലപ്പെരിയാർ പ്രശ്നം മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ കരിമണൽ പ്രശ്നം, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊന്നും അവർ കാണുന്നില്ല. അവരെല്ലാം പോയിട്ട് കാണുന്നത് പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്ന കുറച്ച് കള്ളക്കേസ്, അല്ലെങ്കിൽ വക്കീലന്മാർ അവർ ഉപജീവനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന കുറച്ച് കള്ളക്കേസ്. ഇതൊക്കെ കുറച്ച് 5-10 വർഷം 20 വർഷമൊക്കെ കൊണ്ടു നടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് പിന്നെ ഓരോ ഹിയറിംഗ് ഡേറ്റ് വെച്ചിട്ട് അതിന് കാശും മേടിച്ച് വക്കീലന്മാർക്ക് കാശ് കൊടുത്ത് ഉണ്ടാക്കി പോലീസുകാർക്കും കാശ് ജനങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി മേടിക്കുക, കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ ഭീഷണിപ്പെടുത്തി ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അത് തന്നെ ഇവരും ചെയ്തു. അതിനി നടക്കില്ല എന്ന് നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ പറയണം. അതിന് നമ്മൾ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന മാതിരി ചങ്ങല പിടിച്ചിട്ടോ അല്ലെങ്കിൽ നേരെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കൂട്ടി കുറച്ച് വിശദീകരണം കൊടുത്തിട്ടോ ഒന്നും നടക്കില്ല. കാരണം ജനങ്ങൾക്ക് ഭയമാണ്. ജനങ്ങളെ എല്ലാ മേഖലകളിലും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. ബ്രിട്ടീഷുകാർ ചെയ്തതുമാതിരി തന്നെ പോലീസ് സ്റ്റേഷനും കോടതികളൊക്കെ ഭീഷണിപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഭരണഘടനാ കോടതിയെ ശക്തിപ്പെടുത്തണം. ഭരണഘടനാ കോടതി ഈ നിലവിൽ വന്ന് 2 വർഷമായി നിലവിൽ വന്നിട്ട് അത് നമ്മൾ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും ഇത് ചെയ്യാനുണ്ട്. അത് പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ജനങ്ങൾ നിരൂപിച്ചാൽ നടക്കും. അപ്പൊ അതിന്റെ ലീഗൽ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന 51A വകുപ്പ് പ്രകാരം ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യജമാന്മാരായ ജനങ്ങൾക്കുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജുഡീഷ്യറിനെ നമ്മൾ വെച്ചിരിക്കുന്നത്, ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത്. അവർ ചെയ്യുന്നില്ലേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു പാരലൽ ലൈൻ ഉണ്ടാക്കേണ്ടി വരും. നിയമപരമായ മാർഗത്തിലൂടെയോ സമാധാനപരമായ മാർഗത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കോടതി ഉണ്ടാക്കിയത്. അപ്പൊ ആ കോടതികൾ നമ്മൾ ശക്തിപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് ജനങ്ങൾ പരിശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.